സെയിൻറ്റ് യൂഫ്രേസിയ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ദ പ്രേയിങ് മദർ എന്നുള്ള പേരിലാണ്. മസിൽ പവറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? പ്രയർ പവറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഐറിഷ് പോയറ്റ് W.B. Yeatsന്റെ ഒരു ഫേമസ് പോയമുണ്ട്, based on an ancient legend of Ireland, the legend of Father Peter Gilligan. ഈ ഒരു ബാലഡിൽ അദ്ദേഹം പറയുന്ന കഥ ഒരു വൈദികൻ്റെയാണ്. വളരെ പ്രയർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്തിരുന്ന, വളരെ കമ്മിറ്റഡ് ആയിട്ട് ജീവിച്ച ഒരു വൈദികൻ. അദ്ദേഹം പെസ്റ്റിലൻസ് സ്ട്രിക്കനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രോവിൻസിൽ രാവ് വൈകിയോളം ഓടി നടന്ന് രോഗികളെ ശുശ്രൂഷിക്കുന്ന സമയത്ത് പല രോഗികൾക്ക് എക്സ്ട്രീം അങ്ഷൻ കൊടുക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് വരാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ അദ്ദേഹം വന്ന് തൻ്റെ മുറിയിൽ വളരെ ലേറ്റായിട്ട് വിശ്രമിക്കാനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയുടെ വാതിൽക്കൽ ആരോ കൊട്ടുന്നതായി അദ്ദേഹം കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, തുറന്ന് കിടക്കുന്ന വാതിലാണ്, അത് ലോക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അകത്തേക്ക് വരൂ. അത് തുറന്ന് അവരകത്തേക്ക് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിക്കാറായി കിടക്കുകയാണ്, അദ്ദേഹം പ്ലേഗ് ബാധിതനാണ്, അച്ഛൻ്റെ മടിയിൽ കിടന്ന് മരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹം അതിന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഫാദർ ഗില്ലിഗൻ ആ കസേരയിൽ കിടന്നുകൊണ്ട് അവരോട് പറയും, ഐ എം വെരി ടയേർഡ് നൗ. ആ കവിതയിൽ യേറ്റ്സ് പറയുന്നുണ്ട്, മൈ ബോഡി സ്പേക്ക് നോട്ട് ഐ. അതിനുശേഷം അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവും. ഫാദർ ഗില്ലിഗൻ തൻ്റെ കസേരയിൽ കിടന്ന് ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ ആകുമ്പോൾ, നേരം വെളുത്തപ്പോൾ, എഗെയിൻ ഹി ഹിയേഴ്സ് സംബഡി നോക്കിംഗ് അറ്റ് ഹിസ് ഡോർ. അപ്പോൾ അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റിട്ട് അദ്ദേഹം വിചാരിക്കും, അയ്യോ, ഞാൻ തളർന്ന് ഉറങ്ങിക്കിടന്നപ്പോൾ ആ സ്ത്രീ വന്ന് അവരുടെ ഭർത്താവിന് ഒരു എക്സ്ട്രീം അങ്ഷൻ കൊടുത്ത്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു എക്സ്ട്രീം അങ്ഷൻ ഫാദർ പീറ്റർ ഗില്ലിഗൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്നുള്ളത്. പക്ഷെ അതിന് സാധിച്ചില്ല, ഞാൻ അവർക്കത് നിഷേധിച്ചു എന്ന് വിചാരിച്ചു വളരെ ബുദ്ധിമുട്ടി ആ ഡോറിനടുത്തേക്ക് വരുന്ന ഗില്ലിഗൻ കാണുന്നത് ആ സ്ത്രീ അവിടെ നിൽക്കുന്നതാണ്. ആ സ്ത്രീ അച്ഛൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞതിന് ശേഷം ഫാദർ പീറ്റർ ഗില്ലിഗനോട് പറയും, എങ്കിലും എൻ്റെ ഹസ്ബൻഡ് വളരെ ലക്കിയാണ്, ഫോർച്ചുനേറ്റ് ആണ്, കാരണം അദ്ദേഹത്തിന് താങ്കളുടെ മടിയിൽ കിടന്ന് മരിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഇതിനുശേഷം ആ സ്ത്രീ തിരിച്ച് പോകും. പീറ്റർ ഗില്ലിഗൻ തൻ്റെ കസേരയിലേക്ക് വന്നിരിക്കും. അപ്പോൾ W.B. Yeats എഴുതുന്നു, ഹി ഹൂ ഈസ് wrapped in purple robes and has planets in his care had mercy on the least of things asleep upon the chair. അയർലൻഡിലെ ആൾക്കാർ വിശ്വസിക്കുന്നത് പീറ്റർ ഗില്ലിഗൻ അത് അവർക്ക് നിഷേധിച്ചെങ്കിലും കടുത്ത അധ്വാനം കഴിഞ്ഞ് വന്ന് തൻ്റെ കസേരയിൽ ഉറങ്ങിപ്പോയ പീറ്റർ ഗില്ലിഗൻ്റെ രൂപത്തിൽ ഒരു ഏഞ്ചലിനെ ദൈവം അവരുടെ വീട്ടിലേക്ക് വിട്ടു എന്നാണ്. ഇതുപോലെ തന്നെ സന്യാസ ജീവിതത്തിൽ വളരെ പ്രയർഫുള്ളായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത ഒരു നണ്ണിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒല്ലൂറുള്ള സെയിൻറ്റ് മേരീസ് കോൺവെൻറ്റിൽ ജീവിച്ചിരുന്ന മഹാവിശുദ്ധയായ സെയിൻറ്റ് യൂഫ്രേസിയ എലവത്തുങ്കൽ. ജീവിച്ചിരുന്ന കാലത്ത് അമ്മയെ എല്ലാവരും വിളിച്ചിരുന്നത് പ്രാർത്ഥനയുടെ അമ്മയെന്നാണ്. ഇന്നും കാനനൈസേഷൻ കഴിഞ്ഞ് സെയിൻറ്റ് യൂഫ്രേസിയ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ദ പ്രേയിങ് മദർ എന്നുള്ള പേരിലാണ്. സെയിൻറ്റ് യൂഫ്രേസിയയുടെ ലൈഫിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് കണ്ണോടിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം, സെയിൻറ്റ് യൂഫ്രേസിയയ്ക്ക് കുരിശു രൂപമായി ഉണ്ടായിരുന്ന വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്, ഒരു റിലേഷൻഷിപ്പാണ്. പലപ്പോഴും കുരിശുരൂപത്തെ നോക്കി ധ്യാനിച്ച് അത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒരു എക്സ്റ്റസിയിലേക്ക് അമ്മ പോകുമായിരുന്നതായി നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടെ താമസിച്ച പല ഇൻമേറ്റ്സിൻ്റെ അക്കൗണ്ട്സിൽ നിന്ന് നമ്മൾ അറിയുന്നത്, അമ്മ
അങ്ങനത്തെ ഒരു എക്സ്റ്റസിയിലായിരിക്കുമ്പോൾ ഈ കുരിശമ്മയിൽ നിന്ന് വേർപെടുത്തുക പോലും അസാധ്യമാണെന്നുള്ളതാണ്. അത്ര ഡീപ്പായിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ കണക്ഷൻ ജീസസുമായിട്ടുണ്ടായിരുന്ന ആളാണ് സെയിൻറ്റ് യൂഫ്രേസ്യ. പ്രാർത്ഥനയിലൂടെ അമ്മ നേടിക്കൊടുക്കാത്തതൊന്നുമില്ല. 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് തൈറോഗ്ലോസൽ ക്യാൻസർ ഉണ്ടായിരുന്ന ട്യൂമർ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് അമ്മയോടുള്ള പ്രാർത്ഥനയിലൂടെ സുഖപ്രാപ്തി ലഭിച്ചതായി നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ബോൺ ക്യാൻസർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് സെയിൻറ്റ് യൂഫ്രേസ്യയുടെ ഇൻ്റർസെഷൻ വഴി ലഭിച്ച സുഖപ്രാപ്തി. സെയിൻറ്റ് യൂഫ്രേസ്യയുടെ ലൈഫ് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെയിൻറ്റ് യൂഫ്രേസ്യ തന്നെ പറയുന്നുണ്ട്, ഏകദേശം 8 വർഷത്തോളം, 8 വർഷം, ഓവർ 8 years, ഷീ വാസ് റെഗുലർലി ഹാവിങ് ബൗട്ട്സ് വിത്ത് ദ ഡെവിൾ, ലോഡ് ഓഫ് ടെംപ്റ്റേഷൻസ് ആൻഡ് ബൗട്ട്സ് വിത്ത് ദ ഡെവിൾ. എന്നിട്ട് അമ്മ തന്നെ പറയുന്നുണ്ട്, അവസാനം പിശാച് അമ്മയെ വിട്ടുപോകുന്നതും ജീസസ് ക്രൈസ്റ്റ് അമ്മയ്ക്ക് പ്രത്യക്ഷനാവുന്നതും തൻ്റെ അറിവോടെയാണ് അമ്മ പരീക്ഷിക്കപ്പെടാനായിട്ട് ക്രൈസ്റ്റ് അമ്മയെ ആ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കൊണ്ടുപോയതെന്നും ഒക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയും വളരെ പ്രയർഫുള്ളായിട്ടുള്ള ഒരു ലൈഫും ലീഡ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സെയിൻറ്റ് യൂഫ്രേസ്യയിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമേറ്റ് ബോണ്ടിങ് ആണ്. സെയിൻറ്റ് യൂഫ്രേസ്യ ഒരിക്കൽ ആർത്തറൈറ്റീസ് പിടിച്ച് എക്സ്ട്രീം അങ്ഷനും കഴിഞ്ഞിട്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു സമയത്ത്, ചുറ്റും ബാക്കി അമ്മമാരെല്ലാം ഉള്ള സമയത്ത് പെട്ടെന്ന് സെയിൻറ്റ് യൂഫ്രേസ്യ മരണത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ എല്ലാവർക്കും തോന്നി. അപ്പോൾ തൻ്റെ ഒരു കൈ നീട്ടി ആരെയോ പിടിക്കാൻ വേണ്ടി നീട്ടുന്നത് പോലെ സെയിൻറ്റ് യൂഫ്രേസ്യ നീട്ടിയതായി ചുറ്റും നിന്ന ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് സെയിൻറ്റ് യൂഫ്രേസ്യയുടെ മുഖം വളരെ പ്രകാശപൂർണമാകുകയും വളരെ കുറച്ചു സമയം കൊണ്ട് സെയിൻറ്റ് യൂഫ്രേസ്യ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്ന് പൂർണ്ണ ആരോഗ്യവതിയായി കാണപ്പെടുകയും ചെയ്യുന്നതായാലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം സെയിൻറ്റ് യൂഫ്രേസ്യയെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം, സെയിൻറ്റ് യൂഫ്രേസ്യയ്ക്ക് പ്രാർത്ഥനയിലൂടെ ക്രൈസ്റ്റുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പാണ്. വിശുദ്ധ എവുപ്രാസ്യാമ്മ നമ്മൾക്ക് നൽകുന്ന ഒരേ ഒരു ജീവിത സന്ദേശമാണ് ദാറ്റ് prayer is power and for a person who prays anything is possible.